നമ്മുടെ മധ്യകർണത്തെയും അതേപോലെ തന്നെ നേസോഫാരിങ്സ്, മൂക്കിന് പുറകിലുള്ള ഏരിയയാണ് നേസോഫാരിങ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഏരിയയും യോജിപ്പിക്കുന്ന ഒരു ട്യൂബാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അത് ഇയറിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികൾ കാണപ്പെടുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫി, അതേപോലെ തന്നെ പാലത്തിനുള്ള വളവ്, അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, പിന്നെ എന്തെങ്കിലും സൈനസൈറ്റിസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികളിൽ ഈ ട്യൂബ് വളരെ വീതിയുള്ളതും അതേപോലെ തന്നെ ചെറുതുമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ ചെവിയിലേക്ക് പാല് വരാനും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കുമ്പോൾ സെമി എലിവേറ്റഡ് പൊസിഷൻസിൽ കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയിൽ ഇതേപോലെയുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ സാധാരണയായി കേൾവിക്കുറവ്, അതേപോലെ തന്നെ ചെവിയിലുള്ള മൂളൽ വരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണയായി 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സബ്സൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് 3 മാസത്തിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം സേഫ് ടൈപ്പ്, അതേപോലെ തന്നെ അൺസേഫ് ടൈപ്പ്, ഇങ്ങനെ രണ്ടായി നമുക്ക് വിഭാഗിക്കാം. ഇതിൽ തന്നെ സേഫ് ടൈപ്പ് ഓട്ടൈറ്റിസ് മീഡിയയിൽ നമുക്ക് കർണപടലം അഥവാ ടിംപാനിക് മെംബ്രെയിനിൽ ദ്വാരമുണ്ടാകുകയും അതിൽ നിന്ന് പഴുപ്പൊലിക്കുകയും ചെയ്യാറുണ്ട്. നമുക്ക് ജലദോഷമോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ പഴുപ്പ് വരുന്നത് അല്ലെങ്കിൽ വെള്ളം പോലെ വരുന്നത് കൂടുതലാവാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ യഥാസമയം കൃത്യസമയത്ത് ആൻറ്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റായി ആൻറ്റിബയോട്ടിക്സ്, അതേപോലെ തുള്ളിമരുന്ന് ആൻഡ് സിസ്റ്റമിക് ഡീകൺജസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ സാധാരണയായി കൊടുക്കാറുള്ളത്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റായി പറയുമ്പോൾ ഇതിനെ മൈറിംഗോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടിംപാനോപ്ലാസ്റ്റിയാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. ഇനിയുള്ളത് അൺസേഫ് ടൈപ്പ് ഓഫ് ഓട്ടൈറ്റിസ് മീഡിയ ആണ്. ഇതിൽ കൊളസ്റ്റിയേറ്റോമ ഫോർമേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു. കൊളസ്റ്റിയേറ്റോമ എന്ന് പറയുന്നത് അതിനെ ബോൺ ഇറോഡ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. നമ്മുടെ ഇയർ, അതായത് മധ്യകർണവും ബ്രെയിനും തമ്മിൽ ഒരു നേർത്ത ബോണ് മാത്രമാണ് ഉള്ളത്. ഈ ബോണിനെ ടെക്മെൻ എന്ന് പറയും. ഈ കൊളസ്റ്റിയേറ്റോമ ഫോർമേഷൻ്റെ ഭാഗമായി ഇത് ഇറോഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ബ്രെയിൻ ആപ്സസ്, സബ്ഡ്യൂറൽ ആപ്സസ്, അതേപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് സാധാരണയായി ഉള്ളത്. നമ്മുടെ മുഖത്തെ സപ്ലൈ ചെയ്യുന്ന ഫേഷ്യൽ നെർവ് പാരാലിസിസ് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കൃത്യസമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പേഷ്യൻറ്റിന് ജീവഹാനി വരെ സംഭവിക്കാവുന്നതാണ്. ഇതിന് സാധാരണ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് പറയാറുള്ളത്. അതിനെ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റോഡെക്ടമി എന്നാണ് പറയുന്നത്. ഇത് കൃത്യസമയത്ത് ചെയ്താൽ പേഷ്യൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പിനെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. കറക്റ്റ് സമയത്തിന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.